വെറും 18 വയസ്സായിരുന്നു അവന്റെ പ്രായം. മൊബൈൽ ഫോണുകളോടും മൊബൈൽ റിപ്പയറിങ്ങിനോടുമൊക്കെ വലിയ താൽപ്പര്യമുള്ള ആളായിരുന്നു യാസർ. സ്വന്തമായി ഒരു കട തുടങ്ങണമെന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അപമാനഭാരം താങ്ങാൻ കഴിയാതെ അവൻ അവസാനം തന്റെ വിധി സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു. മലപ്പുറം എടവണ്ണപ്പാറയിൽ 18 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കുടുംബം. മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു 18-കാരനായ യാസറിനെ പ്രതികൾ ക്രൂരമായി ഉപദ്രവിച്ചത്. യാസറിനെ പ്രതികൾ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അവൻ വീട്ടുകാരോട് കരഞ്ഞു പറഞ്ഞിരുന്നു എന്നാണ് യാസറിന്റെ ഉമ്മ പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വെട്ടത്തൂർ കാഞ്ഞിരക്കുഴി ഉസ്മാന്റെ മകൻ യാസർ വീടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നത്. മൊബൈൽ ഫോൺ മോഷണം ആരോപിച്ച് യാസറിനെ കള്ളനായി ചിത്രീകരിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി അപമാനിക്കുകയും ചെയ്തതാണ് യുവാവിനെ മാനസികമായി തളർത്തിയത് എന്ന് കുടുംബം ആരോപിക്കുന്നു. യാസർ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത് സർവീസിനെടുത്ത മൊബൈലായിരുന്നു എന്നാണ് കുടുംബം ഉറപ്പിച്ചു പറയുന്നത്. യാസറിനെ 2 പേർ ചേർന്ന് വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് ഉമ്മ പറഞ്ഞു. പിന്നീട് മറ്റൊരു സ്ഥലത്തെത്തിച്ച് യാസറിനെ 2 പേരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. ഇതിനുശേഷം യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും ബൈക്കും ഇവർ കൈക്കലാക്കി. ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ യാസർ ഉപയോഗിച്ചിരുന്ന ബൈക്ക് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊണ്ടോട്ടി വലിയപറമ്പ് സ്വദേശി മുനീറാണ് അറസ്റ്റിലായിരിക്കുന്നത്. യാസർ മുനീറിന് പണം നൽകാനുണ്ടായിരുന്നുവെന്നും ഇതിനെ തുടർന്നാണ് മർദ്ദനം നടന്നത് എന്നുമാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ആ പയ്യൻ തെറ്റുകാരനാണെങ്കിൽ പോലും അവന്റെ പ്രായം പരിഗണിച്ചെങ്കിലും ആ കടയുടമകൾ മറ്റെന്തെങ്കിലും വഴി സ്വീകരിക്കണമായിരുന്നു. അവർക്ക് നിയമപരമായി മുന്നേറാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അവനെ സമൂഹമാധ്യമങ്ങൾ വഴി അപമാനിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്ന പ്രവൃത്തിയാണ് ആ കടയുടമകൾ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ.